വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ്ങിന് പിന്നാലെ രണ്ടാം ഘട്ട നിർമ്മാണവും ഉടനെ ആരംഭിക്കും. ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2 മുതൽ 4 ഘട്ടം വരെ ഒറ്റഘട്ടമായാണ് നിർമ്മാണം നടത്തുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിംഗ് കഴിഞ്ഞതോടെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ മെയ് മാസം തന്നെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കും. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഇതിനാവശ്യമായ 9,560 കോടി മുടക്കുക. 3 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും. ഈ ഘട്ടത്തിൽ 1200 മീറ്റർ ബർത്ത്, 920 മീറ്റർ പുലിമുട്ട് എന്നിവ നിർമ്മിക്കും. കൂടാതെ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നതിനുള്ള യാർഡുകളും നിർമ്മിക്കും. പുതുതായി നിർമ്മിക്കുന്ന ബർത്തിന്റെ ഓരോ 100 മീറ്ററും ഒരു ഷിപ്പ് ടു ഷോർ ക്രെയിൻ സ്ഥാപിക്കും. അങ്ങനെ 1200 മീറ്ററിൽ 12 ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ ആവശ്യമായി വരും. കണ്ടെയ്നർ നീക്കത്തിന് 36 യാർഡ് ക്രെയിനുകളും സ്ഥാപിക്കും. ഒന്നാം ഘട്ടത്തിൽ 24 യാർഡ് ക്രെയിനുകളും 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് ഉള്ളത്. രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ബർത്തിന്റെ മൊത്തം നീളം 2000 മീറ്ററും പുലിമുട്ടിന്റെ നീളം 3880 മീറ്ററുമാകും. കണ്ടെയ്നർ കൈകാര്യശേഷി പ്രതിവർഷം 45 ലക്ഷമാകും. അടിസ്ഥാന സൗകര്യത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറും. 1220 മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് ബർത്തുകൾ, 250 മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ, ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം എന്നിവയും രണ്ടാം ഘട്ടത്തിൽ നടക്കും. യാർഡ് നിർമ്മാണത്തിനും മറ്റ് സൗകര്യമൊരുക്കുന്നതിനുമായി കടൽ നികത്തി 77.17 ഹെക്ടർ ഭൂമിയുണ്ടാകും. ഇതോടെ 2045 പൂർത്തിയാകേണ്ട പ്രവൃത്തിയാണ് 17 വർഷം മുമ്പ് പൂർത്തിയാക്കുക. ശേഷം 2035 മുതൽ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിച്ചു തുടങ്ങും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.